ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു മിനി ട്രാവൽ വ്ളോഗാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ കോഴിക്കോട് ലുലു മാൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 2:30 ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 36 കിലോമീറ്ററാണ് നമുക്ക് കോഴിക്കോട്ടേക്കുള്ളത്. അപ്പോൾ 1 മണിക്കൂറത്തെ യാത്ര കേട്ടോ. അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മുന്നേ തന്നെ അവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. ലുലു മാൾ ഓപ്പൺ ആക്കിയ ആ ഒരു സമയത്ത് തന്നെ പോകണമെന്നൊക്കെ കരുതിയതാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണെന്ന് പറഞ്ഞാൽ കേട്ടപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതായാലും അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോവുകയാണ് കേട്ടോ. നമുക്ക് അവിടുത്തെ തിക്കും തിരക്കൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ഇതാ ഏകദേശം ഞങ്ങളിതാ ലുലു മാൾ എത്തിയിട്ടോ. അപ്പോൾ ഇനി അകത്തേക്ക് കിടക്കുകയാണ്. പിന്നെ ഇവിടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെയാണ് കേട്ടോ. നമ്മളെ ഹൈലൈറ്റ് മാൾ മറ്റു മാളിലെ പോലെ ഉള്ളിലെല്ലാം പാർക്കിങ് വരുന്നത്. പുറത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ലുലു മാൾ മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കിഡ്സിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്, പ്ലേ ഏരിയയിലേക്ക്. കാരണം കുട്ടികൾക്ക് ആദ്യം തന്നെ ഗെയിമിൻ്റെ സെക്ഷനിലേക്ക് പോകണം, അവിടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയിട്ടുള്ളത്.
അങ്ങനെ ഞങ്ങൾ ലുലു മാൾ മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ടോ. ആദ്യം കിഡ്സ് ഏരിയയിൽ പോയിട്ട് അവരെ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ സച്ചു ട്രോളിയിൽ ഇങ്ങനെ ലച്ചുവിനെ ഉന്തിയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഒരു രസമായി. അപ്പോൾ അത് തന്നെ ഇരിക്കാം കേട്ടോ. പിന്നെ അതിൽ നിന്ന് എടുക്കുമ്പോൾ കരയാണ്. അപ്പോൾ സച്ചു ചെയ്താലും അവളെങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. ഏകദേശം നമ്മൾ 6:30 മണിയായിട്ടോ അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്